നമസ്കാരം. ഞാനിപ്പോൾ ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മുൻപം വഖഫ് വിഷയത്തിൽ റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ഇപ്പോൾ ഫേസ്ബുക്കിൽ കാണുകയുണ്ടായി. ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ തുടക്കം കുറച്ച് ഭാഗങ്ങളും അവരുടെ ക്യാപ്ഷനും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്യുന്നത്. ഇതാണ് ആ വീഡിയോ. കാലങ്ങളായിട്ടുള്ള നിയമ പോരാട്ടത്തിനൊടുവിൽ മുനമ്പ് ഇനി ഇവിടുത്തുകാർക്ക് സ്വന്തം. ഞങ്ങൾ കാലങ്ങളായതാണ്. ഇനി ഇവിടുന്ന് പോകാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സ്ഥലം കിട്ടണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സന്തോഷമായി, ഒരുപാട് സന്തോഷമായി. ഓക്കെ, ഈ വീഡിയോ പറയുന്നത് സർക്കാരിന്റെ അപ്പീലിനെ തുടർന്ന് സുപ്രീം കോടതിയുടെ ഹൈക്കോടതിയുടെ വിധി വന്നു. അപ്പോൾ ആ വിധിയിൽ മുനമ്പൻ ജനത ആഹ്ലാദിക്കാം, സന്തോഷിക്കാം, അവർക്ക് ആശ്വാസമായി എന്നൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ശരിക്കും മുനമ്പൻ നിവാസികൾക്ക് ആശ്വാസമായോ? കാരണം വഖഫ് ഭൂമിയാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ട ആ ഭൂമിയിൽ താമസിക്കുന്നവരുടെ ആ ഒരു ബുദ്ധിമുട്ടും വേദനയും മാറി ആശ്വാസമായി മാറണമെങ്കിൽ അവർക്ക് അത് പൂർണ്ണമായും വഖഫ് അല്ല എന്നുള്ള ഒരു രീതിയിലുള്ള കോടതി ഉത്തരവ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ആണ് ഇപ്പോൾ ആ ഒരു ഭൂമി, മുനമ്പത്തുള്ള ഭൂമി വഖഫ് അല്ല എന്ന് വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ സിംഗിൾ ബെഞ്ച് പ്രഖ്യാപിച്ച ആ ഒരു വിധിയെ മറികടന്നുകൊണ്ടാണ്, അത് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ അത് വഖഫ് ഭൂമിയല്ല എന്നുള്ള വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോയിൽ പറയുന്നു കേരള സർക്കാർ വാക്ക് പാലിച്ചു എന്നാണ് ആ ഒരു ക്യാപ്ഷൻ അതിനകത്ത് ഞാൻ കണ്ടത്. സത്യത്തിൽ കേരള സർക്കാർ വാക്ക് പാലിച്ചോ? ഈ ഒരു വഖഫ് എന്ന് പറയുന്ന ആ ഒരു അമെൻമെന്റ് ബില്ല്, അതായത് വഖഫ് ഭേദഗതി ബില്ല് നമ്മുടെ പാർലമെന്റിൽ പാസ്സാക്കിയപ്പോൾ വഖഫ് ഭേദഗതി ബില്ലിനെ എതിർത്തുകൊണ്ട് വോട്ട് ചെയ്ത ആൾക്കാർ, ഈ പറയുന്ന സെയിം ആൾക്കാരുടെ പ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നു. അവരടക്കം ഈ ഭേദഗതി ബില്ലിനെ പ്രതികൂലിച്ചുകൊണ്ടാണ് വോട്ട് ചെയ്തത്. അപ്പോൾ അത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നിലവിൽ എൻ്റെ ചോദ്യം ഇതാണ്, ഇവര് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്ന പ്രകാരം ഇത് വാക്ക് പാലിക്കപ്പെട്ടോ? കാരണം വഖഫ് എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ ഒരു നോട്ടീസ് അല്ലെങ്കിൽ ആ ഒരു നിർദ്ദേശപ്രകാരം ജനങ്ങളുടെ അവകാശമായ നികുതി അടയ്ക്കൽ, അവരുടെ റവന്യൂ അവകാശമായ നികുതി അടയ്ക്കൽ അവിടെ വെച്ച് നിർത്തിവെച്ചതാണ് കേരള സർക്കാർ. പിന്നെ ഇപ്പോൾ നിലവിൽ ഹൈക്കോടതി വിധി വന്നിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അധികം ദിവസങ്ങളായി, ഇപ്പോൾ കുറച്ച് ദിവസമായി. എന്നിട്ട് എന്തുകൊണ്ട് ഇപ്പോഴും ആ ഒരു റവന്യൂ അധികാരം പുനഃസ്ഥാപിക്കാൻ കേരള സർക്കാരിന് ധൈര്യമില്ലാത്തത് എന്തുകൊണ്ടാണ്? ഇവര് മറ്റേ വീഡിയോയിലൂടെയും മറ്റേ പോസ്റ്റുകളിലൂടെയും പത്രക്കുറിപ്പിലൂടെയൊക്കെ ഭയങ്കര ഘോരഘോരം പ്രസംഗിക്കുന്നുണ്ട്. ഞങ്ങള് എന്താ പറയാ, ധീരമായി പോരാടി നേടുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. സർക്കാരിന് സാധ്യമായ ഒരു റവന്യൂ അധികാരം പുനഃസ്ഥാപിക്കുക എന്നുള്ള കാര്യം, അതായത് കരം വീണ്ടും പഴയതുപോലെ തന്നെ അവിടുത്തെ സ്ഥല ഉടമകൾക്ക് കരമടയ്ക്കാനുള്ള ഒരു അവകാശം തിരികെ നൽകാൻ സർക്കാർ എന്തിനാണ് ഇത്ര അമാന്തം കാണിക്കുന്നത്? അത് ഈ നിമിഷം, ഞാൻ ഈ വീഡിയോ ഇടുന്ന നിമിഷം വരെ അത് പുനഃസ്ഥാപിച്ചിട്ടില്ല. വഖഫ് ഭൂമിയല്ല, അത് അവർ പൈസ കൊടുത്ത് മേടിച്ച ഭൂമിയാണ്, അവർക്ക് എല്ലാ പൂർണ്ണ അധികാരങ്ങളും ഉണ്ട് എന്ന് കേരള സർക്കാർ സമ്മതിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് റവന്യൂ അധികാരങ്ങൾ പുനഃസ്ഥാപിച്ചു കൊടുക്കാൻ പറ്റാത്തത്? പിന്നെ എന്തിനാണ് മുനമ്പത്തെ ജനങ്ങളെ പറ്റിക്കാൻ ഞങ്ങൾ വാക്ക് പാലിച്ചു, സർക്കാർ വാക്ക് പാലിച്ചു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുന്ന കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി. ഇനിയിപ്പോ സംഭവിക്കാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിധിക്കെതിരെ സുപ്രീം കോടതിയിലേക്ക് കേസ് പോകും, വീണ്ടും കുറെ കാലം അവിടെ നടക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെയും വിധി വന്നു കഴിയുമ്പോൾ പിന്നെ ആയിരിക്കും അവസാനം ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ കേരള സർക്കാരിന് ഇത് ചെയ്യേണ്ടി വരും. അതെന്തായാലും ചെയ്യേണ്ടി വരും. കാരണം ഇത് ന്യായമായ വഖഫ് ഭൂമി അല്ലാത്തതുകൊണ്ട് അതെന്തായാലും സർക്കാരിന് ചെയ്യേണ്ടി വരും. റവന്യൂ ഭൂമി വഖഫ് ഭൂമി അല്ല എന്ന് സർക്കാരിന് ബോധ്യമായിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ പ്രതിനിധികളും പ്രതിപക്ഷം അടക്കം പറയുന്നു ഇത് വഖഫ് ഭൂമിയല്ല. അപ്പോഴും അവരിതുവരെ ആ റവന്യൂ അധികാരങ്ങൾ പുനഃസ്ഥാപിച്ചിട്ടില്ല. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഞാൻ പറയുകയാണ്. ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഇതാണ്. കാരണം
ഇതെല്ലാം കൊണ്ടുപോയി അവസാനം സംഭവിക്കാൻ ഇവര് ഒരു ഇത് വെച്ചിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, പണ്ട് ഞാനിത് ഒരു പോസ്റ്റിലൂടെ പറഞ്ഞിട്ടുള്ളതാണ്. അവസാനം വഖഫുമായിട്ടൊരു സമവായത്തിലൂടെ എന്താ പറയുക, വഖഫിന് മുനമ്പത്തുള്ള എന്താ പറയുക വഖഫ് ആണെന്ന് പറഞ്ഞ ആ ഭൂമിക്ക് പകരമായിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്ത് സർക്കാർ ഭൂമി വഖഫ് ബോർഡിലേക്ക് പതിച്ചു കൊടുക്കും. കാരണം അന്ന് മുതൽ ഇന്ന് വരെ ഭരണപക്ഷവും പ്രതിപക്ഷവും ആഞ്ഞാഞ്ഞ് പറയുന്നുണ്ട് ഇത് നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് ആരും ഇറക്കി വിടില്ല. അപ്പോ അതിന്റെ അർത്ഥം ഇതാണ്, അവർ പറയുന്നുണ്ട് നിങ്ങൾ ഇറക്കി വിടില്ല എന്ന് പറയുമ്പോൾ അവർക്കറിയാം ഇറക്കി വിടാൻ അല്ല അവർ ഉദ്ദേശിക്കുന്നത്. പകരം ഇനി വഖഫ് ഭൂമി ആണെന്ന് തന്നെ തീരുമാനം വന്നാൽ പോലും സർക്കാർ അതിനകത്ത് ഇടപെട്ടുകൊണ്ട് ഫൈനലി ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തു എന്ന് അറിയിക്കുകയും അവർക്കാണ് എന്താ പറയാ ഇതിന്റെ എന്താ പറയാ വിജയം നേടിയത് അവർ വഴിയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടും അവർ ചെയ്യാൻ പോണത് ഇത്രയേ ഉള്ളൂ. മുനമ്പത്ത് സ്ഥലം എല്ലാവർക്കും അവരവർക്ക് തന്നെ കൊടുക്കും, പകരം തുല്യമായിട്ടുള്ള സ്ഥലം എവിടെയെങ്കിലും കൊടുക്കും. അതാണൊരു എനിക്ക് മനസ്സിലാക്കുന്ന കാര്യം. അതിനാണ് ഇവർ ഇങ്ങനെ എന്താ പറയാ ആടിയുടിയുന്ന കപ്പൽ. ഇപ്പൊ നമ്മുടെ കൊച്ചിൻ തീരത്ത് അപകടത്തിൽപ്പെട്ട ഒരു കപ്പൽ, ആ കപ്പലിനെ കൊച്ചി തീരത്തേക്ക് അടുപ്പിക്കാൻ സാധ്യത ഉണ്ടായിട്ടും നേരെ ലക്ഷദ്വീപിലേക്ക് വലിച്ചു കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടടുപ്പിക്കുക എന്ന് പറയുന്ന ഒരു രീതിയാണ്. അവരുടെ ഉദ്ദേശം എന്താണോ അതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അല്ലെങ്കിൽ അതല്ല സർക്കാരിന്റെ ഉദ്ദേശമെങ്കിൽ ഈ ഹൈക്കോടതി വിധിയെ മാനിച്ചുകൊണ്ട് ഇവരുടെ റവന്യൂ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കാൻ കേരള സർക്കാർ ഉടനെ തന്നെ നിർദ്ദേശം കൊടുക്കണം. അതല്ലാതെ കേരള സർക്കാർ വാക്ക് പാലിച്ചു, കേരള സർക്കാർ വഖഫ് ഭൂമിയിൽ എന്താ പറയുക ജനങ്ങളോടൊപ്പമാണ്, അവിടുത്തെ ജനങ്ങളോടൊപ്പമാണ് എന്ന് പറയുന്നു. ഇനി വേറൊരു സംഗതി വളരെ പ്രധാനപ്പെട്ട, ഇതിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. വഖഫ് ഭൂമി ആയി പ്രഖ്യാപിച്ചിരിക്കുന്ന ആ പ്രദേശത്ത് കുറച്ച് നാളായിട്ട് ആ ഒരു പ്രദേശത്ത് കുറെ സ്ഥലത്ത് വെള്ളം കിട്ടുന്നില്ല, കുടിവെള്ളം പൈപ്പിലൂടെ ലഭിക്കുന്നില്ല. സാധാരണ എല്ലാ പമ്പിങ് വരുന്ന ആലുവയിൽ നിന്നാണല്ലോ, ആലുവയിൽ നിന്നാണ് എവിടെ നിന്നാണ് വന്നാലും. എടവനക്കാട്, ചെറായി, ഈ പറയുന്ന മുനമ്പത്തിന്റെ ഈ പറയുന്ന പ്രദേശം ഒഴിച്ചുള്ള ഭാഗങ്ങളിലെല്ലാം പൈപ്പിൽ വെള്ളം വരുന്നുണ്ട്. നോർത്ത് പറവൂർ ഭാഗങ്ങളിൽ വെള്ളം വരുന്നുണ്ട്, കൊടുങ്ങല്ലൂർ ഭാഗത്ത് വെള്ളം വരുന്നുണ്ട്, വൈപ്പിൻ ഭാഗങ്ങളിൽ വെള്ളം വരുന്നുണ്ട്, നല്ല പ്രഷറിൽ വരുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ കുറെ നാളുകളായി, എനിക്കൊന്ന് മാസങ്ങളായി ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വെച്ചാൽ ആ ഭാഗത്ത് മാത്രം പൈപ്പിൽ വെള്ളമില്ല. എനിക്ക് തോന്നുന്നത് അവര് കുടിവെള്ളം പൈപ്പിലൂടെ പ്രഷർ ഇല്ലാതെ വല്ലപ്പോഴൊക്കെ ചെറിയ രീതിയിൽ ഇത്തിരി വെള്ളം വിടുന്നു, അങ്ങനെ ഒരു സംഭവമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഞാൻ അന്വേഷിച്ച് പറഞ്ഞത് പൈപ്പിൽ എന്തോ പ്രശ്നമുണ്ട്, അത് മാറ്റണമെങ്കിൽ നല്ല കാശാകും, അത് പഞ്ചായത്തിന് എടുക്കാനുള്ള അത്രയും ഇതില്ല, അങ്ങനെ ഒരു കൂട്ടർ പറയുന്നു. പ്രഷർ പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്തുനിന്ന് പമ്പ് ചെയ്യുന്നതാണെങ്കിൽ എന്തുകൊണ്ട് അവിടുന്ന് ഈ ഒരു പ്രദേശത്തേക്ക് മാത്രം വെള്ളം പമ്പിങ് ഇല്ല? കഴിഞ്ഞ കുറെ നാളുകളായിട്ട് മുനമ്പത്ത് കുടിവെള്ളത്തിന് ഈ ഒരു ഏരിയയിൽ കുടിവെള്ളം ഒരുമിക്ക കുടുംബങ്ങളിലും കിട്ടാറില്ല. അവര് വെള്ളം പ്രഷറായിട്ട് കിട്ടുന്ന ഭാഗങ്ങളിൽ പോയിട്ട് വെള്ളം കളക്ട് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പഞ്ചായത്ത് ഇടപെടാത്തത്? പല പ്രാവശ്യം വാട്ടർ അതോറിറ്റി പോയി പറഞ്ഞു, പഞ്ചായത്തിൽ പറഞ്ഞു, എന്നിട്ടും എന്താണോ പ്രശ്നമെന്ന് കണ്ടെത്തി ആ പ്രശ്നത്തെ കുറിച്ച് പഠിച്ച് അത് ക്ലിയർ ചെയ്യാൻ പറ്റാതെ അവരെ ഒരു എന്താ പറയാ ആ ഒരു സ്ഥലത്തെ അങ്ങ് ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ്. എന്തിനാണത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് ചോദിച്ചോളൂ. കാരണം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഇതിന്റെ ഒപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, കുടിവെള്ളം അവിടെ ആ ഒരു പ്രദേശത്തേക്ക് കുടിവെള്ളം കിട്ടുന്നില്ല മര്യാദക്ക്. എന്നിട്ടും പഞ്ചായത്തിൽ നിന്നോ സംസ്ഥാന സർക്കാരിൽ നിന്നോ വാട്ടർ അതോറിറ്റിയിൽ നിന്നോ ഒരു നീക്കങ്ങളും ഇതുവരെ ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. അപ്പോ കേരള സർക്കാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്തിന് ചെയ്യേണ്ട പോലെ തന്നെ ചെയ്യുക. അല്ലാതെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും വീഡിയോസിലൂടെയും ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രവൃത്തി, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ പ്രവൃത്തി ചെയ്തിട്ട് ബാക്കി സംസാരം.